അറിയാത്തോണ്ടാണ്. കണ്ടോ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു തടി, ആ തടി വരെ എനിക്ക് വേറെ തടിയുണ്ട്, ഒരു നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വിൽക്കുന്നുണ്ട്. അപ്പൊ തിന്നുന്ന കാര്യത്തിലും ഈ തടിക്ക് കൊടുക്കാണ്ടെന്നാ മതി, ബാക്കിയുള്ളവർ തിന്നോട്ടെ. മൂപ്പര് വേടൊക്കെ തിരിഞ്ഞിട്ട് നിസ്കാരം എന്റെ വേറെ തടി ചെയ്യുന്നുണ്ട്, നോമ്പിന്റെ വേറെ തടി ചെയ്യുന്നുണ്ട്. എങ്കിൽ ഉസ്താദെ തീറ്റും ഓല് തന്നെ ചെയ്തോട്ടെ, പട്ടിണി കിട്ടാൻ കൊന്നാൽ ഞാൻ. കാരണം ഒരുപാട് തടി ഉണ്ടല്ലോ. നിസ്കാരം കാണുന്ന തടി നിസ്കരിക്കുന്നില്ല, നോമ്പ് വിൽക്കുന്നില്ല, എങ്കിൽ കാണുന്ന തടി തിന്നേയും വേണ്ട. തീറ്റയ്ക്ക് വേറെ ആരില്ല, ആ ഒറ്റ തടി ഉണ്ട്. നമ്മൾ തന്നെ തിന്നാലേ ആവുള്ളൂ. മൊയ്തീനേ അറിഞ്ഞില്ല പണ്ട്. അവിടെയാണ് നമ്മുടെ ആളുകളിൽ ഇന്നും എന്തൊക്കെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ് മനുഷ്യരെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു. അവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് തുടക്കത്തിന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ഹിദായത്ത്, അതായത് അല്ലാഹു ഖുർആനിലൂടെ സത്യമതത്തെ പരിചയപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം കൊണ്ട് കൃത്യമായി മാർഗദർശനവും ചെയ്തു. ആ നബിക്ക് എതിരായി എന്നിട്ട് ഖുർആൻ പറയുന്നത് ഗൈറ സബീലിൽ മുഅ്മിനീൻ, സഹാബത്തിന്റേതല്ലാത്ത മാർഗവും സ്വീകരിച്ചാൽ നുവല്ലിഹി മാ തവല്ല, ഓനെ ഞാൻ തിരിഞ്ഞെടുത്തേക്ക് തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, ഓന്റെ താവളം ജഹന്നമായിരിക്കും, നരകമായിരിക്കും. അവിടെയാണ് അവൻ ചെന്ന് പെടുക എന്നാണ് പറയുന്നത്. അപ്പൊ സ്വഹാബികൾ ഖുർആനിൽ നിന്ന് എന്ത് മനസ്സിലാക്കി, ഹദീസിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നല്ലാഹ ജമീലുൻ വയുഹിബ്ബു ജമാൽ എന്ന് റസൂൽ പറയുമ്പോൾ നബിയുടെ മുഖത്ത് ഇത്ര വരെ താടിയുണ്ട്. അപ്പൊ താടി പഠിക്കാനല്ല പറയുന്നത്. നമ്മുടെ മുജാഹിദുകളിൽപ്പെട്ട ചിലരും ജമാഅത്തെ ഇസ്ലാമിൽപ്പെട്ട ആളുകളൊക്കെ ഇന്നല്ലാഹ ജമീലുൻ വയുഹിബ്ബു ജമാൽ, അല്ലാഹ് ഭംഗി ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് താടി അഭംഗിയാണ്, അത് പഠിക്കണോ? വർത്താനം കേട്ടാ വിചാരിക്കും അള്ളാഹു ഷേവ് സെറ്റ് ആയിട്ട് ഇങ്ങനെ പഠിച്ചെടുക്കുക. നിങ്ങൾ ആലോചിച്ചു, പടച്ചോൻ ഇത് പറയണ എപ്പോഴാ? നല്ല ചെരുപ്പിടാമോ, നല്ല ഡ്രസ്സ് ധരിച്ച അഹങ്കാരാകുമോ എന്ന് ചോദിക്കുന്നിടത്താണ് റസൂൽ എന്ത് പറയുന്നത്? ഇന്നല്ലാഹ ജമീലുൻ വയുഹിബ്ബു ജമാൽ എന്ന് പറയുന്നത്. അല്ലാഹ് ഭംഗിയെ ഇഷ്ടപ്പെടുന്നു, അല്ലാഹ് ഭംഗിയുള്ള ആളാണ്, അതുകൊണ്ട് നല്ല ചെരുപ്പിട്ടോളി, അതിന് കുഴപ്പമൊന്നുമില്ല, നല്ല ഡ്രസ്സൊക്കെ ധരിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് സത്യത്തെ നിഷേധിക്കുകയും ആളുകളെ ചെറുതായി കാണുകയും ചെയ്യുന്നതിന്റെ പേരാണ് കിബർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാതെ താടി പഠിക്കാനല്ല. കാരണം ഈ ഹദീസ് റസൂലുള്ളാഹി പറയുമ്പോ നബിയുടെ താടി നെഞ്ചുവരെയുണ്ട്. അശ്ശമാഇലുൽ മുഹമ്മദിയ്യ എന്ന ഗ്രന്ഥത്തിൽ തിർമിദി പറയുന്നത് നബിക്ക് നെഞ്ചുവരെ നല്ല തിക്കുള്ള താടി ഉണ്ടായിരുന്നു എന്നാണ്. അലി ഇബ്നു അബീ താലിബിന്റെ ഒക്കെ താടി ഇങ്ങനെ താടിയായിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുക. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ജമീലുൻ വയുഹിബ്ബു ജമാൽ എന്ന് പറയുമ്പോ അത് കേട്ട സ്വഹാബത്തിന് തോന്നിയിട്ടില്ല അതുകൊണ്ട് താടി പഠിക്കണമെന്ന്. അവർ നല്ല താടിയുള്ളവരായിരുന്നു. അപ്പൊ ആ ഹദീസിന്റെ അർത്ഥവും ആശയവും അതല്ല. സ്വഹാബത്ത് എന്താണോ മനസ്സിലാക്കി അതാണ് ദേവാസമിതി ലോകത്തോട് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കേ അംഗീകാരം ഉണ്ടാവുള്ളൂ ജനങ്ങൾക്കിടയിൽ. ബേജാറാകേണ്ട കാര്യമില്ല. 5-6 കൊല്ലം കൂടെ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ ഒരു സെൽഫി പ്രസ്ഥാനം നമ്മളായി. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ നമ്മൾ പറയില്ല, തൊട്ടുകൂട്ടാൻ ചമ്മതിക്ക് കൂട്ടാൻ എന്നൊക്കെ പറയുന്ന അവസ്ഥ. കാരണം വേറൊന്നുമില്ല, ആദർശം വിടുമ്പോ വലിയ പ്രശ്നമാണ് ലോകത്ത്. ആദർശം ആര് കൈയൊഴിഞ്ഞാലും, ഏത് മുസ്ലിം സമുദായം ആദർശത്തെ വിട്ടാലും പിന്നെ അസ്തിത്വമില്ല. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത ആദർശം അനുസരിച്ചിട്ടാണ് സ്വത്വബോധത്തെ രൂപപ്പെടുത്തുക. കാരണം ഇസ്ലാമിൽ കറുത്തവൻ വെളുത്തവൻ, പാശ്ചാത്യൻ പൗരസ്ത്യൻ, അറേബ്യക്കാരൻ അനറബി ഒന്നുമില്ല. ഇപ്പൊ ഇന്ത്യയിൽ ജനിക്കൽ ഭയങ്കര സംഭവമായിട്ട്, ജർമ്മനിയിൽ ജനിക്കൽ ഭയങ്കര സംഭവമായിട്ടായിരുന്നു ഹിറ്റ്ലർ കണ്ടത്. ജർമ്മനി ഏറ്റവും മുന്തിയ രാജ്യം, ഇന്ത്യ ഏറ്റവും മുന്തിയ രാജ്യം എന്ന് സംഘപരിവാരങ്ങൾ പറയുന്നത് പോലെ അല്ലേ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മുടെ ഒക്കെ ഒരു മനസ്സെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രാജ്യക്കാരനാണെങ്കിലും മനുഷ്യർ നന്നാവുക എന്നുള്ളിടത്താണ് ഇസ്ലാം അല്ലെ? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത് ലാ ഫളില ലി അറബിയ്യിൻ വലാ അജമി. ഒരു കറുത്തവനെ വെളുത്തവനേക്കാളോ അറബിക്ക് അനറബിയേക്കാളോ യാതൊരു പ്രത്യേകതയും ഇല്ല. എല്ലാ ബിത്തഖ്വ, സൂക്ഷ്മത കൊണ്ടല്ലാതെ. ഇന്ത്യയിലെ ഏത് കോണിൽ ഒരു ദലിതനായ മനുഷ്യൻ അയാൾ അല്ലാഹനെ ആരാധിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ. അതുകൊണ്ടാണ് വെളുത്ത സൽമാനുൽ ഫാരിസിയുടെ, അത് അത്ഭുതം തന്നെയാണ്, സൽമാനുൽ ഫാരിസിയുടെ പാത്രത്തിൽ നിന്ന് കറുത്ത ബിലാൽ കറുത്ത കൈയിട്ട് ഭക്ഷണം ഒരേ പാത്രത്തിൽ നിന്ന്, തുമ്പപ്പൂ പോലത്തെ ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി ഫുഡ്, വെളുത്ത കൈയുള്ള സൽമാന്റെ കൈയും കറുത്ത കൈയുള്ള ബിലാലിന്റെ കൈയും ഒന്നിച്ച് ചേരുകയാണ് ഒരു പ്ലേറ്റിൽ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ആയത്. അവിടെ സ്വത്വബോധം എന്ന് പറയുന്നത് ആദർശത്താൽ രൂപപ്പെടുന്ന ഒരു സംഗതിയാണ്. കറക്റ്റായ ഒരു ആദർശം മനുഷ്യന്റെ മുമ്പിൽ, ഇസ്ലാമിന്റെ പ്രത്യേകത അതാണ്. അല്ലാതെ അന്ധമായ, നമുക്കറിയാം പാകിസ്ഥാനെ പറ്റി ഒന്നും ഉണ്ടരുത്,
ആരും ഒന്നും. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറ്റ രാജ്യം എന്ന് പറയണം അത്രേ, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലോകത്തിന്റെ പല രാജ്യങ്ങളും ഇന്ത്യയെ പറ്റി പറയുന്ന പലതും അത് മനുഷ്യനെ കേൾക്കാൻ പറ്റാത്ത ഏറ്റവും വൃത്തികെട്ട രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യയെ കാണുന്നവരുണ്ട് ലോകരാജ്യങ്ങളിൽ. പല കാരണങ്ങളാണ്, ഇവിടുത്തെ പല അന്ധവിശ്വാസങ്ങളാണ്. കാരണം ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരുത്തൻ തുണി ഉടുത്തു, അത് കുറച്ച് നരിയാന്റെ മേലെ കയറിയതാണ് ഇവിടുത്തെ വിവാദം. തുണി തന്നെ ഉടുക്കാണ്ട് നിയമസഭയെ പേര് ചങ്ങായി ഉടുത്തിട്ടേ എന്നിട്ടോ അവന് ഇരുന്ന കസേരയിൽ പിന്നെ മനുഷ്യന്മാർ ഇരിക്കുവോ എന്ന് ആലോചിച്ച് നോക്കേ. പക്ഷെ ഇവിടെ അത് വിവാദമായില്ല. അത് നമ്മുടെ രാജ്യം. ഇവിടെ എന്താ വെച്ചാൽ ഏറ്റവും വലിയ വൃത്തികേടാണ് ഇവിടെ ഏറ്റവും വലിയ നന്മ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, പല കാര്യങ്ങളും നിങ്ങൾ എടുത്തു നോക്ക്. വീരപ്പന് അമ്പലം ഉണ്ടാക്കിയ നാടാണ്, ഗോഡ്സേക്ക് അമ്പലം ഉണ്ടാക്കി പൂജിക്കാൻ മെനക്കെട്ട നാടാണ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ രാജ്യത്തിന്റെ ന്യൂനത ഉണ്ട്, ഈ രാജ്യത്തിന്റെ ഗുണമുണ്ട്. അത് ലോകത്ത് എവിടെയും ലോകത്ത് വെറുക്കേണ്ട 3 രാജ്യങ്ങളെ ലോകത്തുള്ളൂ. ശരിക്കും വെറുക്കുകയാണ്, ഭരണാധികാരികളെ വെച്ച് വെറുക്കുകയാണ്. അത് അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലും ചെയ്യുന്ന പാപകർമ്മത്തിന്റെ ഊക്കനുസരിച്ചാണ്. കാരണം പാകിസ്ഥാനിൽ പോലും എന്തൊക്കെ നടക്കണോ അതൊക്കെ അമേരിക്ക ചെയ്തു കൂട്ടി അതിന്റെ തുടർച്ചയാണ്. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും പലസ്തീനിലും ഒക്കെ അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലും ചെയ്തു കൂട്ടിയ നരനായാട്ടിന്റെ അനന്തരഫലമായി ISIS പോലും, അല്ലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ടോണി ബ്ലെയർ പറഞ്ഞത്, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഇറാഖിൽ അസായിലുണ്ട് എന്ന് ഞങ്ങളുടെ കണക്കൂട്ടിൽ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ റോങ് ആയിരുന്നു. ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കി, പെരുന്നാൾ ദിവസം സദാം ഹുസൈനെ കൊന്നു, എന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് അവിടെ തെറ്റുപറ്റി. അതിന്റെ അനന്തരഫലമാണ് ISIS. അപ്പൊ ശരിക്കും ISIS എന്നൊരു ഭൂതത്തെ, കെട്ടിയിട്ടൊരു ഭൂതത്തെ തുറന്നു വിട്ടതാരാ? അമേരിക്കയാണ്. 3 കോടി രൂപയാണ് അമേരിക്കയുടെ ഇന്റലിജൻസ് എന്റെ ഡയറക്ടർ ഇവർക്ക് ക്യാമ്പ് നടത്താൻ കൊടുത്തത്. സുന്നി ഭീകര സംഘടനയായ ISIS-നെ സൃഷ്ടിച്ചത് ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദും അമേരിക്കൻ ഏജൻസിയായ CIA-യും ചേർന്നാണെന്ന് വെളിപ്പെടുത്തൽ. നിർണായകമായ പല രഹസ്യങ്ങളും പുറത്തുവിട്ട അമേരിക്കൻ ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടായി മാറിയ മുൻ US ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ എഡ്വേർഡ് സ്നോഡനാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തുവിട്ടത്. ISIS നേതാവ് അബൂബക്കർ അൽ ബഗ്ദാദിക്ക് മൊസാദ് 1 വർഷത്തോളം സൈനിക പരിശീലനം നൽകിയെന്നും സ്നോഡൻ വെളിപ്പെടുത്തി. കടന്നൽക്കൂട് എന്ന് വിളിപ്പേരിട്ട രഹസ്യ പദ്ധതി വഴി അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെട്ട 3 രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ISIS-ന് രൂപം നൽകിയതെന്നാണ് എഡ്വേർഡ് സ്നോഡന്റെ വെളിപ്പെടുത്തൽ. ദേശീയ സുരക്ഷാ ഏജൻസിയുടെ രേഖകൾ ഉദ്ധരിച്ചാണ് സ്നോഡൻ വിവരങ്ങൾ പുറത്തുവിട്ടത്. സയനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ നിലനിൽപ്പിനായി അപരനെ അഥവാ ശത്രുവിനെ സൃഷ്ടിക്കുകയെന്ന തന്ത്രമാണ് ഇതിന് പിന്നിലെന്നും സ്നോഡൻ പറയുന്നു. ഇസ്ലാമിക ഭീകരതയെ ഉയർത്തിക്കാട്ടി ഇസ്രായേലിന്റെ നിലനിൽപ്പും അസ്തിത്വവും ഉറപ്പിക്കുന്നതിനായി അതിർത്തിക്കപ്പുറം ശത്രുവെന്ന പ്രതീതി സൃഷ്ടിക്കുന്ന ഭരണകൂട ഭീകരബുദ്ധിയാണ് ISIS-ന്റെ സൃഷ്ടിക്ക് പിന്നിലെന്ന് സ്നോഡൻ പറയുന്നു. ISIS തലവനും സ്വയം പ്രഖ്യാപിത ഖലീഫയുമായ അബൂബക്കർ അൽ ബഗ്ദാദി 1 വർഷത്തോളം മൊസാദിന്റെ സൈനിക പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും സ്നോഡൻ വെളിപ്പെടുത്തുന്നു. അബൂബക്കർ അൽ ബഗ്ദാദിക്ക് CIA-യുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പശ്ചിമേഷ്യൻ രാഷ്ട്രീയകാര്യ വിദഗ്ധൻ മാറ്റുസോ വ്യക്തമാക്കി. 2004-2009 കാലത്തെ ജയിൽവാസത്തിനിടയിലാണ് ബാഗ്ദാദി CIA-യുമായി അടുത്ത ബന്ധം പുലർത്തിയതെന്നും മാറ്റുസോ പറയുന്നു. ഭീകരാക്രമണങ്ങൾ പ്രതിരോധിക്കാനെന്ന പേരിൽ താലിബാനും അൽഖയ്ദക്കുമെതിരെ ആളില്ലാ വിമാനാക്രമണം സംഘടിപ്പിക്കുന്ന അമേരിക്ക ISIS-ന് നേരെ അത്തരം ഇടപെടൽ നടത്താത്തത് ഈ രഹസ്യ ബാന്ധവം കൊണ്ടാണെന്നും മാറ്റുസോ പറഞ്ഞു. എഡ്വേർഡ് സ്നോഡന്റെ വെളിപ്പെടുത്തലുകളെ സാധൂകരിക്കുന്നതാണ് മാറ്റുസോവിന്റെ നിരീക്ഷണങ്ങൾ. 2006-ലെ അമേരിക്കൻ ഇറാഖ് അധിനിവേശ കാലത്ത് ആരംഭിച്ച ഒരു ഗ്രൂപ്പാണ് പിന്നീട് ISIS-ആയും ISIL-ആയും പടർന്നു പന്തലിച്ചത്. പൊളിറ്റിക്കൽ ഡെസ്ക്. ഇസ്രായേലിന്റെ ആയുധങ്ങളാണ് ഇവരുടെ കയ്യിൽ. എന്നെങ്കിലും ഇസ്രായേലിനെതിരെ ഒരര വാക്ക് ISIS ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക്, ISIS ഇസ്ലാമിന് വേണ്ടി വാദിക്കുന്നവരെ ഇസ്രായേലിനെ തീർത്ത് കളയില്ല വേണ്ടത്. ഇസ്രായേൽ എന്ന രാജ്യം വെച്ചേക്കാൻ പാടില്ല ഓല വാദപ്രകാരം. പക്ഷെ ഇന്ന് വരെ ഇസ്രായേലിനെതിരെ ഒരെന്തെങ്കിലും ഒന്ന് പറയണ്ടോ? ഇസ്രായേൽ അവർ ബോംബിടുന്നുണ്ടോ? ഇസ്രായേൽ അവർ കത്തിക്കുത്തിർത്തുണ്ടോ? ഇല്ലാന്ന് മാത്രമല്ല, ISIS-ന്റെ പ്രവർത്തകർക്ക് പരിക്കേറ്റാൽ ഇസ്രായേലിലാണ് ചികിത്സിക്കുന്നത്, ടെല്ലവീവില് സൗജന്യമായിട്ട്. ആലോചിച്ച് നോക്കി നിങ്ങൾ, എന്ത് വലിയ ദുരന്തമാണ്. അപ്പൊ ISIS എന്നൊക്കെ പറയുന്നത് കുട്ടികളെ കൊല്ലാം. ഇസ്ലാം പറയുന്നത് എന്താ? കുട്ടികളെ കൊല്ലാൻ പാടില്ല. കുല്ലു മൗലൂദി യുലദു അലൽ ഫിത്ര. യുദ്ധരംഗത്ത് കുട്ടികളെ കൊല്ലപ്പെട്ട കണ്ടപ്പോ റസൂൽ എന്താ പറഞ്ഞേ? കുല്ലു മൗലൂദി യുലദു അലൽ ഫിത്ര. എല്ലാ കുട്ടികളും പരിശുദ്ധരാണ്, കൊല്ലരുത്. ISIS പറയുന്നു കുട്ടികളായാലും വേണ്ടില്ല, തള്ളയാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, കൊല്ലണം. അതാണ് വ്യത്യാസം. ഇസ്രായേൽ ISIS എന്ന് പറയുന്നത് ഇസ്ലാമികമല്ല, മുസ്ലിമിന്റെ ഒരു സ്വഭാവം പോലെയല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ കാരുണ്യമാണ് അവന്റെ മുഖമുദ്ര. എന്തിനോടും, പച്ചക്കറിലുള്ള എന്തിനോടും കാരുണ്യം കാണിക്കാൻ പഠിപ്പിക്കപ്പെട്ടവരാണ് മുസ്ലിങ്ങൾ. ഇത് നമ്മൾ ഗൗരവമായി ഓർക്കണം. ഇനി ഇന്നിന്റെ ലോകത്ത് നമ്മൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട പോയിന്റിലെ നമ്പർ 1 അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യമാണ്. ഈ ലോകത്തിനൊരു സിട്ടാവുണ്ടെന്ന് എല്ലാവരും അറിയും. ആ സിട്ടാവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നിടത്താണ് സത്യത്തിൽ എല്ലാ നാട്ടിലും
അപ്പൊ നിങ്ങൾക്കറിയാം, ആദം അലൈഹിസ്സലാം മുതൽ നോഹാ പ്രവാചകൻ വരെയുള്ള 10 തലമുറ, ആ 10 തലമുറ ശുദ്ധമായ ഏകദൈവാരാധനയിലായിരുന്നു. വദ്, സുവാ, യഹൂസ്, യഹൂക്ക്, നസ്രി എന്ന 5 ബിംബങ്ങളെ പ്രതിഷ്ഠിച്ച് അതിനെ ആരാധിക്കാൻ തുടങ്ങിയപ്പോഴാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം വരുന്നത്. കാരണം അതുവരെ സമൂഹം ഒറ്റക്കെട്ടായി, ഒരൊറ്റ ജനത, ഒരൊറ്റ ദൈവം. പിന്നെ വ്യത്യസ്ത ദൈവങ്ങൾ ഉണ്ടായപ്പോഴാണ് മനുഷ്യർ തമ്മിൽ കലാപം ഉണ്ടായത്. ശരിക്കും വ്യത്യസ്തമായ ദൈവവിശ്വാസമാണ് കലാപത്തിന് കാരണം. ലോകത്തെ സൃഷ്ടിച്ചത് ഒരൊറ്റ ദൈവമാണ്, എല്ലാവർക്കും അറിയാം. ആകാശത്തെ സൃഷ്ടിച്ചത് ശ്രീരാമനാണ് എന്ന് ഇന്ന് വരെ ഒരു ഹൈന്ദവനും പറഞ്ഞിട്ടില്ല. മൊയ്തീൻ ഷേഖാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതെന്ന് വല്ല വിവരദോഷികളും പറഞ്ഞേക്കാം. പക്ഷേ അങ്ങനെ നമ്മൾ ആരും വാദിക്കാൻ നമ്മൾ കാണുന്നില്ല. എഴുതി വെച്ച ചില ഗ്രന്ഥങ്ങളൊക്കെയുണ്ട്, ആകാശഭൂമികളുടെ ഖുതുബ് മൊയ്തീൻ ഷേഖാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവരക്കേടുകൾ. അത് പിന്നെ വിവരക്കേടാണ് ഞങ്ങൾക്കുള്ളതെന്ന് തിരിച്ചറിയാത്ത വിവരക്കേട്, അങ്ങനെ എഴുതുന്നതാണ്. ഞാനിവിടെ പറയുന്നത്, നമ്മൾ ശരിക്കും ലോകത്ത് ഏത് ക്രിസ്ത്യാനിനോടും ഒരു പള്ളിയിലച്ഛനെ വന്നിട്ട് ഇവിടുന്ന് പറയാൻ പറ്റില്ല, എന്ത് പബ്ലിക്കിൽ ഇറങ്ങി വന്നിട്ട് പറയാൻ പറ്റുമോ ആകാശഭൂമികളെ സൃഷ്ടിച്ച ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്? ഒരു സ്വാമിജിക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ഇല്ല. ഒരു മുസ്ലിമിന് പറയാൻ പറ്റും, ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥനെയാണ് ആരാധിക്കേണ്ടത്. ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും ജൈനന്റെയും ബൗദ്ധന്റെയും മതമുള്ളവന്റെയും ഇല്ലാത്തവന്റെയും ഏകകോശ ജീവിയായ ഹബീബ് മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലച്ചവരെ സൃഷ്ടിച്ച നാഥനെയാണ് ആരാധിക്കേണ്ടത്. കറയില്ലാത്തൊരു വിശ്വാസം. ഇസ്ലാം നമുക്കറിയാം, ലോകത്ത് പല ബിംബ തകർച്ചയും ലോകത്ത് കലാപങ്ങൾ ഉണ്ടാക്കി. അമ്പലത്തിൽ കയറി വിഗ്രഹം തകർത്താൽ, ചർച്ചിൽ കയറി വിഗ്രഹം തകർച്ച കലാപം ഉണ്ടാവും. പക്ഷെ മുസ്ലിങ്ങളുടെ പള്ളിയിൽ കയറി ഒരു വിഗ്രഹത്തെ ഇന്ന് വരെ തകർത്തിട്ടില്ല. കാരണം പള്ളിയിൽ വിഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ ഒരു ഹിന്ദുവിനും മുസ്ലിമിനും തെറ്റേണ്ടി വന്നിട്ടില്ല, ഒരു ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും തെറ്റേണ്ടി വന്നിട്ടില്ല, ഒരു ജൂതനും മുസ്ലിമിനും തെറ്റേണ്ടി വന്നിട്ടില്ല. അത് ഇസ്ലാമിന്റെ ഒരു മഹത്വം തന്നെയാണ്, ഇസ്ലാമിന്റെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. ഇസ്ലാം ബിംബാരാധനക്കെതിരാണ്, ന്യായമാണ്. കാരണം ലോകത്തിലെ ഇപ്പൊ മുസ്ലിങ്ങൾ ബിംബത്തെ എതിർക്കുന്നു, അങ്ങനെയല്ല. ഹൈന്ദവ ഗ്രന്ഥത്തിലും ബിംബാരാധന പാടില്ല, അതുകൊണ്ടാണ് എതിർക്കുന്നത്. ഹൈന്ദവ സമൂഹത്തിൽ മദ്യപാനം പാടുണ്ടോ? ഇല്ല. വ്യഭിചാരം പാടുണ്ടോ? ഇല്ല. പലിശ പാടുണ്ടോ? ഇല്ല. ഇല്ലാന്ന് വേദഗ്രന്ഥം പറയുന്നത്. അതിൻ്റെയൊക്കെ നേരെ മേലുള്ളത് എന്താ? ബിംബാരാധന പാടില്ല. ഹൈന്ദവ മതത്തിൽ പോലുള്ള എന്താണ്? ബിംബാരാധന പാടില്ല. ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ആര്യ സമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി എഴുതിയ പുസ്തകമാണത്. ആ പുസ്തകത്തിൽ 16 ദൂഷ്യമാണ് ബിംബാരാധനക്ക് പറയുന്നത്. യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ പറയുന്നതോ നതസ്യ പ്രതിമാസ്തി, ദൈവത്തിന് പ്രതിമയില്ല. ഏതൊരു ബിംബത്തിന് മുമ്പിലാണോ നീ കൈകൂപ്പി നിൽക്കുന്നത്, അത് നിന്റെ ദൈവമേ അല്ല എന്നാണ് കേനോപനിഷത്തിന്റെ പ്രഥമവല്ലിയിലെ 6-7 ശ്ലോകം പറയുന്നത്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ പറയുന്നത് ഒരു കാരണവശാലും ബിംബം ഉണ്ടാക്കരുത് എന്നാണ്. ആ ബിംബത്തിന് മുമ്പിൽ കുമ്പിട്ട് ദൂഷിതനാകരുത്. പുറപ്പാടിലെ 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനവും ബിംബാരാധന പാടില്ല. അപ്പൊ ക്രിസ്തു മതപ്രകാരവും ഹൈന്ദവ മതപ്രകാരവും ഇസ്ലാമിക വിശ്വാസ പ്രകാരവും ബിംബാരാധന പാടില്ല. കാരണം ഒരു മദ്യപാനിക്ക് മദ്യപാനം ദുരന്തമാണോ? ആണോ? ആണ്. സ്വന്തത്തിന് ദുരന്തമാണ്, കുടുംബത്തിന് ദുരന്തമാണ്, സമൂഹത്തിന് ദുരന്തമാണ്. സത്യല്ലേ? ആണ്. ബിംബാരാധന ഏത് ദുരന്തം ഉണ്ടാക്കുക? ബിംബാരാധന അരുത് എന്ന് ഹൈന്ദവ വേദം പറയുന്നു, ക്രൈസ്തവ വേദം പറയുന്നു, ഇസ്ലാം പറയുന്നു. എന്തുകൊണ്ട്? മദ്യപാനം പാടില്ലെന്ന് പറഞ്ഞ വേദം, വ്യഭിചാരം പാടില്ലെന്ന് പറഞ്ഞ വേദം, ബിംബവും പാടില്ലെന്ന് പറയുന്നു. അപ്പൊ ബിംബം ദുരന്തമാണോ? ആണ്. ഞാൻ ലളിതമായി പറയാം, വളരെ ലളിതമായി. ബാബരി മസ്ജിദ് ഇഷ്യൂസിന്റെ തുടക്കം ശരിക്കും എന്തായിരുന്നു? ഒരു സ്വാമിജി ശ്രീരാമന്റെയും സീതയുടെയും ബിംബം ഒരിക്കലും വെക്കാൻ പാടില്ലാത്ത പള്ളിയിൽ കൊണ്ടുപോയി വെച്ചു. ബാബരി മസ്ജിദിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചു. അവിടുത്തെ ഇമാമിനെ കെട്ടുകെട്ടിച്ചു, അല്ലെ? അതാണ് തുടക്കം. ബാബരി മസ്ജിദിന്റെ ഉള്ളിൽ അല്ലാഹനെ മാത്രം, മുഹമ്മദ് നബിയുടെ പ്രതിമ പോലും ഇല്ലാത്ത ബാബരി മസ്ജിദിന്റെ ഉള്ളിൽ, അതാണ് പോയിന്റ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിമ പോലും ഇല്ലാത്ത ബാബരി മസ്ജിദിന്റെ ഉള്ളിൽ ശ്രീരാമന്റെ പ്രതിമ കൊണ്ടുപോയി നാട്ടി. അത് കലാപത്തിന് കാരണമായി. ഒറീസയിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു, ക്രൈസ്തവ ആരാധ്യമൂർത്തികൾ നശിപ്പിക്കപ്പെട്ടു. തീവ്ര ഹിന്ദുത്വത്തിന്റെ ആളുകളും ക്രിസ്ത്യാനികളും തമ്മിൽ ഏറ്റുമുട്ടി. എന്നാൽ ലോകത്ത് ഇന്ന് വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിമ തകർത്തു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത ഇന്ന് വരെയില്ല. അത് ഇസ്ലാമിന്റെ ഒരു അത്ഭുതം തന്നെയാണ്. ഇസ്ലാം എന്ന മതം സമൂഹത്തിൽ കലാപം കുറച്ചു കൊണ്ടുവന്ന മതമാണ്. അപ്പൊ നിങ്ങൾ നോക്ക്, ക്രിസ്ത്യാനികൾ മുഹമ്മദ് നബിയെ ചീത്ത പറയാറുണ്ട്, ഈസാ നബിയെ മുസ്ലിങ്ങൾ ചീത്ത പറയാറില്ല. മൂസാ നബിയുടെ അനുയായികൾ എന്ന് പറയുന്നവർ മുഹമ്മദ് നബിക്കെതിരെ തെറി പറഞ്ഞ കോടിക്കണക്കിന് പുസ്തകങ്ങൾ, പക്ഷെ മൂസാ നബിയെ തെറി പറഞ്ഞ ഒരു ലഘുലേഖ പോലും മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്നില്ല. അതാണ് മുസൽമാന്റെ പ്രത്യേകത.
ഒരാളെ ഒരു ക്രിസ്ത്യാനി ഇവിടെ വന്നിട്ട് മുഹമ്മദ് നബി അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു വൃത്തികെട്ട ആളായിരുന്നു പറഞ്ഞാൽ ഈസാ നബിനെ പറ്റി നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യും അങ്ങനെ പറയാൻ? കാരണം അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ പാപികളായി തീരും. ഞാൻ ഈ കഴിഞ്ഞ കുറച്ചു മുമ്പ് ദുബായിൽ നിന്ന് കാസർകോട്ടുകാരനായ ഒരു പയ്യൻ ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന് തന്നെ എന്നെ വിളിച്ചു. അതുകൊണ്ട് എന്നോട് പല ചോദ്യം ചോദിച്ചു. ഞാൻ തിരിച്ചവനോട് ചോദിച്ചു, മോനെ നീ മുസ്ലിം ആയിരുന്ന കാലത്ത് ഈസാ നബിനോട് നിനക്ക് വെറുപ്പായിരുന്നു? പറഞ്ഞു അല്ല. ഈസാ നബിയുടെ പേര് കേൾക്കുമ്പോൾ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ചെല്ലിയ ആളാണ്. മൂസാ നബിനോട് വെറുപ്പായിരുന്നോ? അല്ല, അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ചെല്ലിയ ആളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വെറുപ്പായിരുന്നോ? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പോഴോ എന്ന് ചോദിച്ചാൽ, ഇപ്പോഴോ ക്രിസ്ത്യാനി ആവുമ്പോൾ നിനക്ക് മൂസാ നബീനെയും വെറുക്കണം, മുഹമ്മദ് നബീനെയും വെറുക്കണം, എന്നാലേ ക്രിസ്ത്യാനി ആക്കാൻ പറ്റും. മുസ്ലിം ആയാലോ ഈസാ നബീനെയും വെറുക്കാൻ പാടില്ല, മൂസാ നബീനെയും വെറുക്കാൻ പാടില്ല, മുഹമ്മദ് നബീനെയും വെറുക്കാൻ പാടില്ല. അപ്പൊ ഏതാകല നല്ലത്? ഒരാളൊരു മതം സ്വീകരിച്ചാൽ രണ്ട് പ്രബല മതത്തിന്റെ നേതാക്കന്മാരെ തെറി പറയണം, എന്നാലേ ആ മതത്തിന്റെ ആളാവും. ഇസ്ലാം ആയാലോ ഈ മൂന്ന് കൂട്ടരെയും ഇഷ്ടപ്പെട്ടാലേ മുസ്ലിം ആവും. ഏതാ ബെറ്റർ? ആലോചിച്ചു. വിശ്വാസികളെ ഒന്ന് ആലോചിച്ചു. ഇസ്ലാമിന്റെ മാത്രം ഒന്ന് ആലോചിച്ചു. നമ്മൾ ഇന്ന് വരെ ഈസാ നബിനെ ചീത്ത പറയുന്ന ഒരു ലഘുലേ കണ്ടു. മഞ്ചേരി എന്നറിയുന്ന തൊട്ടടുത്ത സ്ഥലത്ത് മർക്കസുൽ ബിഷാറ മുഹമ്മദ് നബിയെ തെറി പറയുന്ന എത്ര പുസ്തകം അവർ ഇറക്കിയിട്ടുണ്ട്. കള്ളു കുടിച്ച് ചാണകക്കൂനയിൽ കമഴ്ന്നു വീണ് മരിച്ചയാളാണ് നബി എന്നാണ് പച്ച മലയാളത്തിൽ ഫാദർ അലവിന്റെ നേതൃത്വത്തിൽ എഴുതി വെച്ചത്. വർഗീയ കലാപത്തിന് വേറെന്തോ വേണോ, പക്ഷെ മുസ്ലിംകൾ ആത്മസംയമനം പാലിച്ചു അല്ലേ? ഈസാ നബിയെ കുറിച്ച് നമുക്ക് ഒരു പ്രവാചകന്മാർക്കിടയിലും അത്ര സഹിഷ്ണുതയാണ് ഇസ്ലാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇസ്ലാമിന് ഒരിക്കലും അക്രമകാരികളാകാൻ കഴിയില്ല. മുസ്ലിങ്ങളുടെ ദൗത്യം തന്നെ എന്താണ്? സർവത്ര ക്ഷമിച്ചുകൊണ്ടും സഹിച്ചുകൊണ്ടും മരണാനന്തര ജീവിതത്തിൽ ക്ഷമയിലൂടെ സ്വർഗം നേടുക എന്നുള്ളതാണ്. ക്ഷമയാണ് സ്വർഗം നേടാനുള്ള മാനദണ്ഡം. ഇസ്ലാമിന്റെ പ്രത്യേകത അല്ലേ? അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, ഇന്നമാ യുവഫ്ഫ സാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാതെ കൂലി കൊടുക്കുന്നു പറയുന്നത് അതുകൊണ്ടാണ്. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ ക്ഷമിച്ച പോലെ നിങ്ങൾ ക്ഷമിക്കൂ എന്നാ പറയുന്നത്. അങ്ങനെ ക്ഷമിക്കാനും സഹിക്കാനുമാണ് മുസ്ലിങ്ങളോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നാം ഒന്നിച്ച് ഒറ്റക്കെട്ടായി ചെയ്യേണ്ട കുറെ കാര്യമുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഫാസിസം സലഫിസം എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി EK സുന്നികളിൽ ഒരു വിഭാഗം തന്നെ നടത്തുന്നുണ്ട്. സത്യത്തിൽ സലഫിയത്തിനെതിരെ ശബ്ദിക്കുക എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഇസ്ലാമിനെതിരെ ശബ്ദിക്കുക എന്നാണ്. മുഹമ്മദ് നബിയോട് വെറുപ്പുള്ളവനെ സലഫിയത്തിന് എതിർക്കാൻ കഴിയും. എടോ, ഇസ്ലാമിന്റെ പര്യായമാണ് സലഫിയ എന്ന അറബി പദം. അതിന്റെ അർത്ഥം എന്താ? പൂർവികർ, സഹാബത്ത്, ആ സഹാബത്ത് ജീവിച്ച പോലെ ജീവിക്കുന്നവർ എന്നാണ്. അതിനോട് നിനക്ക് വെറുപ്പാണോ? സലഫിസത്തെ എതിർക്കുക ഒരു തലക്കെട്ട. ഒരു മന്ത്രി ഉദ്ഘാടനം ചെയ്ത പരിപാടി എന്താണ്? സലഫിയത്തിനെ എതിർക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? ഖുർആനിനെ എതിർക്കുക, മുഹമ്മദ് നബിയെ എതിർക്കുക, ഇസ്ലാമിനെ എതിർക്കുക. അത് നമ്മൾ പറയേണ്ടതല്ല, ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയേണ്ടതാണ്. സമസ്തക്കാർ പറയേണ്ട വാക്കല്ല അത്. സലഫിയത്തിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ എതിർക്കുക എന്നതിന്റെ അർത്ഥം. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സലഫിയത്ത് അതാണ്. അല്ലാഹുവും റസൂലും കാണിച്ച വഴി അത് മുറുകെ പിടിച്ച് അതിനെ കൃത്യമായി ഉൾക്കൊണ്ട് ജീവിച്ച സഹാബത്ത് എങ്ങനെ ജീവിച്ചോ അങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ ഞങ്ങൾ സലഫി എന്ന് പറയുന്നത്. അതാണ് ഒറിജിനൽ ഇസ്ലാം. അപ്പൊ സലഫിയത്തിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ എതിർക്കുക എന്നാണ്. മനസ്സിലായോ? ഇസ്ലാമിന്റെ മറ്റൊരു പര്യായമാണ്. അത് ചരിത്രം കൊണ്ട് തെളിയിക്കാൻ പറ്റും, ഹദീസ് കൊണ്ട് തെളിയിക്കാൻ പറ്റും, ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പൂർവികരായ അവരാരും അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. അവരാരും അള്ള കൊടുത്ത കഴിവെന്ന് ചോദിച്ചൂടെ എന്നൊരു ചോദ്യം അവരാരും ചോദിച്ചിട്ടില്ല. ഒരു സഹാബിയും അള്ള കൊടുത്ത കഴിവെന്ന് ചോദിച്ചൂടെ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. ഔലിയാക്കൾക്ക് അള്ള കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ചൂടെ? അള്ള കഴിവ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ മറുപടി. രണ്ട്, അങ്ങനെ ഒരു ചോദ്യം സഹാബത്ത് ചോദിച്ചിട്ടില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി, ഞാൻ ലളിതമായ ഒരു ഉദാഹരണം പറയാം ചിന്തിക്കുന്നവർക്ക്. എന്റെ പ്രിയപ്പെട്ട സമസ്തക്കാരോട്, ബദർ യുദ്ധത്തിൽ മലക്കുകൾ പങ്കെടുത്തു. എല്ലാവർക്കും അറിയാലോ, ബദർ യുദ്ധത്തിൽ മലക്ക് പങ്കെടുത്തു എന്ന് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, ശത്രുക്കളുടെ വാചകം കൊണ്ട് പോലും സ്ഥിരപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ കണ്ടു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോ ബദർ യുദ്ധത്തിൽ മലക്കുകൾ വന്നു എന്നത് ഉറപ്പാണ്. മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടായി എന്ന് സഹാബത്തിന് മനസ്സിലായി. നേരെ മറിച്ച് ഉഹുദ് വന്നപ്പോ ഏതെങ്കിലും ഒരു സഹാബി ചോദിച്ചു, നബിയെ, അന്ന് ബദറിൽ സഹായിച്ച മലക്കുകൾ ഈ പരിസരത്തുണ്ടെങ്കിൽ, ശബ്ദം കേൾക്കുന്ന പരിധിയിലുണ്ടെങ്കിൽ ഓലെ നമുക്ക് വിളിച്ചൂടെ ചോദിച്ചോ? നല്ലോണം ആലോചിക്കും, ചോദിച്ചോ? ഇല്ല. ഇത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത അതേ മാലാകമാർ ഇതിന്റെ പരിസരത്തുണ്ടെങ്കിൽ അവരോട് ചോദിച്ചൂടെ? ഇല്ല. അങ്ങനെ ഒരു ചോദ്യമോ മാലാകമാരുടെ സഹായം അള്ള കൊടുത്ത കഴിവെന്ന് ചോദിച്ചിട്ടില്ല. അങ്ങനെ ഒരു ചോദ്യം ഇസ്ലാമിലില്ല. മുഅ്മിനാണോ ഓൻ പടച്ചവനോടേ ചോദിക്കും. അതാ കാര്യകാരണ ബന്ധത്തിന് അതീതമായി സബബു മുസബ്ബബാത്തുകൾക്കപ്പുറത്ത്
അഭൗതികമായ മാർഗത്തിൽ നമ്മൾ ചോദിക്കുന്നതൊക്കെ പടച്ചോനോടാണ്. അല്ലാഹുവല്ലാതെ അതിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നാണ്. ആ അള്ളാഹുവിനോടാണ് അമ്പിയാക്കൾ മുഴുവനും പ്രാർത്ഥിച്ചത് എന്ന് ഖുർആൻ പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ നോക്കേ, വിശുദ്ധ ഖുർആൻ എടുത്തിട്ട് മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ഉണ്ടോ? ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് പറയുന്ന പ്രാർത്ഥന ഉണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാക്കണേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ടോ? റബ്ബന അല്ലാഹുമ്മ റബ്ബി എന്നല്ലാതെ അല്ലേ? ഖുർആനിലെ 2-ാം അധ്യായം 186-ാമത്തെ വചനം, ഖുർആനിലെ 40-ാം അധ്യായം 60-ാമത്തെ വചനം, ഖുർആനിലെ 46-ാം അധ്യായം 5-6 വചനങ്ങൾ, ഖുർആനിലെ 72-ാം അധ്യായം 20-ാമത്തെ വചനം, എവിടെ നോക്കിയാലും ഖുർആനിലെ 17-ാം അധ്യായം 56-ാമത്തെ വചനം, അതിലെല്ലാം ഉള്ളത് എന്താണ്? അതിലെല്ലാം ഉള്ളത് ഈ ഒരു കാര്യമാണ്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥന പാടുള്ളൂ എന്ന് പഠിപ്പിക്കുകയാണ്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഇബാദത്ത് അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ആ പ്രാർത്ഥന പടച്ച തമ്പുരാനോടല്ലാതെ ഒരു പടപ്പിനോടും നിർവഹിക്കരുത് എന്ന്. മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ, അമൃതങ്ങളെ കാക്കണേ എന്നത് ശിർക്കിന്റെ ദുആ ആണ്. അത് ഒരു കാരണവശാലും ആ ദുആ ശിർക്കാണ്. അതുകൊണ്ട് അതിലേക്ക് എത്തുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടായില്ല. ആഖിറത്തിൽ നമ്മൾ കൈകടിക്കേണ്ടി വരും എന്ന് നമ്മൾ ഗൗരവമായി ഓർക്കേണ്ട കാര്യമാണ്. ആഖിറത്തിൽ നമുക്ക് രക്ഷ ഉണ്ടാവില്ല എന്ന് ശരിക്കും നമ്മൾ ബോധ്യപ്പെടേണ്ടതാണ്. അങ്ങനെ ബോധ്യപ്പെട്ട് ശരിക്കും ദഅവത്തിന് ഇറങ്ങേണ്ടവരാണ് നമ്മൾ. മുസ്ലിങ്ങളോട് തൗഹീദ് പറയേണ്ടി വരുന്ന ഒരവസ്ഥ എത്ര വേദനാജനകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മത്തിന് ഒരു കാലം വരും. ഇപ്പൊ സർവശക്തനായ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ലാത്തയെ ഉസ്സയെ വിളിക്കാൻ പറയുമ്പോ ഇലാഹല്ല എന്ന വിശ്വാസത്തോടെ വിളിക്കാമായിരുന്നെങ്കിൽ അത് വിളിക്കൂലായിരുന്നോ? ഒരു നിലക്കും വിളിക്കാൻ പാടില്ല. ഇലാഹല്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി വിളിക്കാമെന്നാണെങ്കിൽ ഇലാഹല്ല എന്നുള്ള വിശ്വാസത്തിൽ വിളിച്ചുകൂടായിരുന്നോ? ഒരു കാരണവശാലും അല്ലാത്തവരോടുള്ള ആ വിളി, ദുആ ഉൾക്കൊള്ളുന്ന വിളി ഇസ്ലാം ഒരിക്കലും അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് മലക്കുകളോടായാലും ജിന്നുകളോടായാലും അമ്പിയാക്കളോടായാലും ഔലിയാക്കളോടായാലും അല്ലാത്ത ഒരു ശക്തിയോടും ഒരു നിലക്കും നമ്മൾ പ്രാർത്ഥിക്കരുത്. നമ്മുടെ ഉസ്താദുമാര് പല ദുർവ്യാഖ്യാനം നൽകി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്താ? നമുക്ക് ഖുർആൻ എടുത്തു നോക്കിയാൽ കാണാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ എത്ര പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥന ഇങ്ങനെ ഉദ്ധരിച്ചിട്ട് ഖുർആൻ പറയുന്ന ഒരു കാര്യം എന്താ പറയുക? ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ വിട്ടു പോകുന്നവൻ ബോഷ്കനാണ്, ബുദ്ധിയില്ലാത്തവനാണ്. ഇബ്രാഹിം നബിയുടെ പാത അള്ളാഹുവിനോട് മാത്രം ദുആ ഇരക്കുന്ന പാതയാണ്. ആ അള്ളാഹുവിനോട് മാത്രം ദുആ ഇരക്കുന്ന പാത വിട്ടിട്ട് ശിർക്കിന്റെ പാത തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഒരിക്കലും പൊറുക്കാത്ത പാപകർമ്മമാണത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹ് ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്, അത് ചെയ്യരുത്. സ്ത്രീകളോടും കുട്ടികളോടും എല്ലാവരും നമ്മൾ ശിർക്കിന്റെ ഒരു വഴിയും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ശിർക്ക് വരുന്ന എല്ലാ വഴികളെയും ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംന് വഹും മുഖ്തദൂൻ. ഈമാനിലെ ദുൽമ കല്ലാന്ന് പറഞ്ഞാൽ ഒരു നല്ല പാൽപായസത്തില് നിങ്ങളൊരു വിഷം ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? മണ്ണെണ്ണ ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നല്ലൊരു പാൽപായസത്തില് ആ പാൽപായസം പിന്നെ പറ്റില്ല. ഹജ്ജ് ചെയ്തിട്ടോ നോമ്പ് നോറ്റിട്ടോ സകാത്ത് കൊടുത്തിട്ടോ നിസ്കരിച്ചിട്ടോ പിന്നെ കാര്യമില്ല. ശിർക്ക് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. എന്റെ പ്രസംഗം ഈ പ്രദേശത്ത് നിന്ന് കേൾക്കുന്ന ഏതൊരാളും ആ ആളുകൾ മനസ്സിൽ കരുതേണ്ടത് അല്ലാഹു പോരെ എന്ന അള്ളാന്റെ ചോദ്യത്തിന് നമ്മുടെ മറുപടി എന്താ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്ന ചോദ്യത്തിന് നമ്മുടെ മറുപടി എന്താ? ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കാൻ. നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട വിഷയമാണ് ഇതൊക്കെ. ആ പടച്ചവനോട് മാത്രമേ ഞാൻ നേർച്ച നേരുള്ളൂ. പടച്ചവനെ നമുക്കറിയാം, ഇവിടെ പിയങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തൂടെ ഞാൻ ഒരിക്കലും കടന്നു പോകുമ്പോൾ മഗ്‌രിബിന് കടന്നു പോകുമ്പോൾ അവിടെ പള്ളിയിൽ മഗ്‌രിബിന് ആള് കുറവാണ്. അവിടുത്തെ ദർഗയിൽ ഉള്ള ആളാ. ആളുകൾക്കൊക്കെ ഉള്ള ഒരു ഭയഭക്തി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ദർഗന്റെ മുമ്പിൽ നിൽക്കണ നിപ്പോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയതാ. പള്ളിയിലോ സത്യല്ലേ? സത്യല്ലേ? നിങ്ങൾ ആലോചിച്ചു. കാരണം എന്താ, അവിടെ ഒന്നിനും കൊള്ളരുതാത്ത അള്ളയാണ് സമസ്തക്കാരെ വിശ്വാസപ്രകാരം. കാരണം KSRTC ബസിന്റെ വഴിയാണല്ലോ പഠിച്ചേ. മൊയ്തീൻ ശൈഖ് ബെൻസിന്റെ വഴിയാണെന്നാണ് ഉസ്താദ് ജനങ്ങളെ പഠിപ്പിച്ച അമ്പലക്കടവ്. എല്ലാവരും ആലോചിച്ച് നോക്കണം. എന്തുകൊണ്ടാണ് ദർഗന്റെ മുമ്പിലെത്തും ആളുകൾക്ക് ഭക്തി ഭയങ്കരം? കാരണം കുരുത്തക്കേട് തട്ടും ഓന്റെ മനസ്സിൽ റബ്ബാ കിടക്കുന്നത്. അള്ളാന്റെ മുമ്പിൽ നിസ്കരിക്കുമ്പോൾ നാനാഭാഗം നോക്കി ഫോണ് വന്ന ഇടുക്കി ആലോചിച്ചാൽ നിസ്കരിക്കട്ടോ പിന്നെ വിളിക്കാന്നൊക്കെ പറയുന്നതുകൊണ്ടാ. നേരിച്ച് ദർഗന്റെ മുമ്പിലോ ചില ദർഗയിലേക്ക് കുനിച്ചിട്ടേ കയറാൻ പാടുള്ളൂ എന്നാണ്. ചില ദർഗയിൽ ബാക്കോട്ട് തിരിഞ്ഞു വരാൻ പാടില്ല. ചന്തി ദർഗക്ക് നേരെ
പരിശുദ്ധ കഅബയിലോ ചന്തിട്ട് വരയ്ക്കാം, പ്രശ്നമല്ല. അപ്പൊ എന്താ പറയാ, അള്ളാനേക്കാൾ വലിയ ആളുകളായിട്ട് മൊയ്തീൻ ഷെയ്ഖിനെ സമസ്തക്കാർ കാണുന്നുണ്ട്. എന്ത് സംശയം ഞങ്ങൾക്കുള്ളത്? അള്ളാഹുവിനേക്കാൾ അള്ളാഹിനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ കോപം വരുന്ന ആളുകളുണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞത്. 39-ാം അധ്യായം 45-ാമത്തെ വചനം. അള്ളാഹ്ക്ക് പുറമെയുള്ളവരെ പറ്റി പറഞ്ഞാലോ അവർക്കതാ ഭയങ്കര സന്തോഷാകുന്നു. ഖുർആൻ പറഞ്ഞ വാചകമാണ്. അള്ളാഹുവിനെ പറ്റി പറഞ്ഞാൽ അവർക്ക് ചൂടാവും. അള്ളാഹ്ക്ക് പുറമെയുള്ളവരെ പറ്റി പറഞ്ഞാലോ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതാരാ കേരളത്തില്? അള്ളാഹിനെ പറ്റി പറഞ്ഞ സന്തോഷം നമുക്കല്ലേ? പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് പറഞ്ഞാൽ കീലത്ത് മുഹമ്മദ് മാഷ് പറയണോ, മുജാഹിദുകൾക്കൊരു മാത്രവും മൊറാർജി ദേശായിക്ക് ഒരു മൂത്രവും. ഒരു ബകയാ മാത്രം എന്ന് കേട്ടാൽ. അതാ ഖുർആൻ പറയണേ. അള്ളാഹുവിന് മാത്രം എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കുന്ന ചില കാഫറുകളുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥം. അതുകൊണ്ടുള്ള മാത്രം എന്നുള്ളത് പരിഭാഷ രീതി എടുത്തു കളഞ്ഞു. പരിഭാഷ രീതി എടുത്തു കളഞ്ഞ അതുകൊണ്ടാണ്. മനസ്സിലായോ? മാത്രം എന്നുള്ളത് സഹിക്കൂല. കാരണം അള്ളല്ലാത്തവരെ ആരാധിക്കുന്നുണ്ട് എന്ന് അവർക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് അള്ളാനെ മാത്രം എന്നുള്ള ഒരു കാപട്യം. അള്ളാനെ മാത്രമല്ലല്ലോ ഞങ്ങൾ ആരാധിക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ എടുത്തു കളഞ്ഞു. മനസ്സിലായില്ലേ? അള്ളാനെ മാത്രം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ മാത്രം എന്ന് പറഞ്ഞാൽ പിന്നെ മരീക്ഷകനെ വിളിക്കാൻ പറ്റില്ല, മമ്പർന്നങ്ങളെ വിളിക്കാൻ പറ്റില്ല. മുജാഹിദുകളുടെ പ്രത്യേകത എന്താ? ഇനി നാളെ ആഖിറത്തിലെത്തിയിട്ട് അള്ളാഹ് ചോദിക്കോ, നിങ്ങൾ എന്താ അള്ളാനെ മാത്രം പ്രാർത്ഥിച്ച് നടക്ക് നരകത്തിലേക്ക്? ഇല്ല. കാരണം എന്താ? അങ്ങനെ എങ്ങാനും അള്ളാഹ് ചോദിച്ചാൽ നമ്മൾക്ക് എന്തു പറയാം? ഇബ്രാഹിം നബി അള്ളാഹിനോട് മാത്രമാ ചോദിച്ചത്, മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹിനോട് മാത്രമാ ചോദിച്ചത്, ഈസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹിനോട് മാത്രമാ ചോദിച്ചത്. ശരിയല്ലേ? ഈസാ നബിയെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എന്താന്ന് ചോദ്യത്തിന് വരെ പരലോകത്ത് മറുപടി പറയേണ്ടി വരില്ലേ? പിന്നല്ലേ മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചതിന് മറുപടി ഇല്ലാണ്ടിക്കോ? നിങ്ങൾ എന്തുകൊണ്ടാ ഈസാ നബിനെ വിളിച്ചതെന്ന് അള്ളാഹ് ചോദിക്കുന്ന. പിന്നല്ലേ മൊയ്തീൻ ഷെയ്ഖ് ഈസാ നബിനെയും കന്യാമറിയമിനെയും വിളിച്ചു പ്രാർത്ഥിച്ച ക്രിസ്ത്യാനികളെ നാം ആഖിറത്തിൽ വിചാരണ ചെയ്യും. 5-ാം അധ്യായം 115, 116, 117. ഈസാ നബിയെയും കന്യാമറിയമിനെയും ഒരു ഒറിജിനൽ അല്ലേ, ഒരാളെ നബിയാണ്. അള്ളാഹു കറാമത്ത് പ്രകടിപ്പിച്ച വനിതയാണ് ആര്? മറിയം. എന്നിട്ട് പോലും അന്ന് എന്താ പറയണേ? ആ ക്രിസ്ത്യാനികളെ അതിന്റെ പേരിൽ വിചാരണ ചെയ്യും. അവിടെ ഈസാ നബി പറയുന്നത്, ഞാനല്ല റബ്ബേ എന്നെ വിളിച്ച് ദ്വേർക്കാൻ പറഞ്ഞു, എന്റെ പോലീശ പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് ദ്വേർക്കാൻ ഞാൻ ക്രിസ്ത്യാനികൾ പറഞ്ഞിട്ടില്ല. അത് സെൻബോർഡ് പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അറിയും. ഖുർആനാ പറയുന്നത്, വിശുദ്ധ ഖുർആനാ പറയുന്നത്. അപ്പോ ഈസാ നബീനെ വരെ വിളിക്കുന്നത് ശിർക്കും കുഫ്റായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. എങ്കിൽ മൊയ്തീൻ ഷെയ്ഖിനെയോ നമ്മൾ നല്ലോണം ആലോചിക്കണം. ഇതൊന്നും ആരോടും ദേഷ്യം പിടിച്ച് പറയല്ല, സ്നേഹത്തോടു കൂടി പറയണം. ഒന്ന് ആലോചിച്ചു നോക്കെ, എന്തിനാ നമ്മളത് ചെയ്യുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇനി നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ചേ, അള്ള തന്ന വായു, അള്ള തന്ന വെള്ളം, അള്ള തന്ന കണ്ണ്, മൊയ്തീൻ ഷെയ്ഖ് തന്നെ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ കയ്യിൽ? എന്തെങ്കിലും? ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്നതൊക്കെയും ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഇതൊക്കെ അള്ള നമുക്ക് തന്നല്ലേ. എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ നന്ദികേട് കാണിക്കുന്നത്? നന്ദികേട് കാണിക്കുന്ന ഒരു ജനപദത്തെ അള്ളാഹു ഇഷ്ടപ്പെടുമോ? നമ്മുടെ ഏറ്റവും വലിയ നന്ദികേടാണ് അള്ള തന്നതാണ് ഇതൊക്കെയെന്ന് നമുക്കറിയാം. എന്നിട്ട് നമ്മൾ മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേന്നാ പറയും. എല്ലാം നൽകിയ പടച്ചവനെ വിട്ട് മൊയ്തീൻ